നോഹയുടെ സമയത്തെ ജലപ്രളയത്തിന് ശേഷം വന്നതായ മഴവില്ലിൻ്റെ പ്രാധാന്യം എന്താണെന്നറിയാമോ? നീതിമാനായ നോഹയുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു വീഴ്ചയെക്കുറിച്ച് ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? ജീവസന്ദേശം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. യഹോവയുടെ വിശുദ്ധന്മാരെ അവന് സ്തുതി പാടുവീൻ, അവൻ്റെ വിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുവീൻ. അവൻ്റെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ, അവൻ്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത്. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു എന്ന് പാട്ടുകാരൻ പാടുമ്പോൾ വിശുദ്ധനായ ദൈവത്തിൻ്റെ സ്വഭാവ വൈശിഷ്ട്യതയാണ് അതിൽ വെളിപ്പെടുന്നത്. ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നോഹയും അവൻ്റെ ഭാര്യയും 3 ആൺമക്കളും അവരുടെ ഭാര്യമാരും 371 ദിവസങ്ങൾ പെട്ടകത്തിൽ കഴിഞ്ഞതിന് ശേഷം വെളിയിൽ വന്നതും നോഹ ഒരു യാഗപീഠം പണിത് ദൈവത്തെ ആരാധിച്ചതും ഭൂമിയിൽ പെരുകുവാൻ അവർ തുടങ്ങുന്നതും കാണുന്നു. 9-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ദൈവം നോഹയെയും അവൻ്റെ പുത്രന്മാരെയും അനുഗ്രഹിച്ച് അവരോട് അരുളി ചെയ്തതെന്തെന്നാൽ, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറവീൻ. ഇവിടുത്തെ പ്രധാന ചിന്ത ദൈവം അവരെ അനുഗ്രഹിച്ചു എന്നതാണ്. വലിയ ഒരു ന്യായവിധിക്ക് ശേഷം ദൈവം അവരെ അനുഗ്രഹിച്ചു. ഭയാനകമായ 371 ദിവസങ്ങൾക്ക് ശേഷം സകല ജീവജാലങ്ങളും ചത്തൊടുങ്ങിയതിന് ശേഷം ദൈവം നോഹയെയും കുടുംബത്തെയും അനുഗ്രഹിച്ചു എന്നതും അവർ ഒരു പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു എന്നതും ആശ്വാസം നൽകുന്ന കാര്യമാണ്. ആദിയിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞ് അവരെ അനുഗ്രഹിച്ചതായി ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 28-ാം വാക്യത്തിൽ നാം കാണുന്നു. വീണ്ടും ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 2-ാം വാക്യത്തിൽ ദൈവം മനുഷ്യനെ അനുഗ്രഹിക്കുന്നത് നാം കാണുന്നു. ഇതാ ഇപ്പോൾ പെട്ടകത്തിന് വെളിയിൽ വന്ന നോഹയെയും കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കുന്നു. പെട്ടകത്തിനകത്തേക്ക് പ്രവേശിക്കുന്നതിന് മുൻപുണ്ടായിരുന്ന ഭൂമിയിൽ നിന്നും ഏറെ വ്യത്യസ്തമായൊരു ഭൂമിയാണ് അവർ ഇപ്പോൾ കാണുന്നത്. അതായത് പ്രളയത്തോടുകൂടി ഭൂമിയുടെ ആകൃതിയും പ്രകൃതിയും മാറി. കോടിക്കണക്കിന് ജനങ്ങൾ പാർത്തിരുന്ന ഭൂമിയിൽ ഇപ്പോൾ 8 പേർ മാത്രം. അത് വലിയ വ്യത്യാസവും ശൂന്യതയുമാണ്. പെട്ടകത്തിന് വെളിയിൽ വന്ന നോഹ തങ്ങളുടെ പാപപരിഹാരത്തിനുള്ള യാഗമൃഗത്തെ അർപ്പിക്കുവാനും അതിലൂടെ ദൈവത്തെ ആരാധിക്കുവാനും ഒരു യാഗപീഠം പണിതു. ഒരു വലിയ ന്യായവിധിയിൽ നിന്നും രക്ഷപ്പെട്ടെങ്കിലും താനും ഒരു പാപിയാണെന്നും അതിന് പ്രായശ്ചിത്തം വരുത്തുവാൻ ഒരു യാഗവസ്തു അല്ലെങ്കിൽ ഒരു പകരക്കാരൻ ആവശ്യമാണെന്നും വിളിച്ചറിയിക്കുന്നതായിരുന്നു നോഹയുടെ ആ യാഗപീഠം. നോഹയുടെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു എന്ന് നാം വായിക്കുന്നു. അങ്ങനെ നോഹ ഈ പുതിയ മനുഷ്യവർഗത്തിൻ്റെ ആദ്യത്തെ പുരോഹിതനായി മാറുന്നു. 9-ാം അധ്യായത്തിൽ ഭൂമിയിലെല്ലാം പഴയതുപോലെ ആകുവാൻ പോകുന്നു എന്ന് ദൈവം പറയുന്നു. നോഹയുടെ കാലത്തെ ജനത്തിന് അനുതപിക്കുവാൻ 120 വർഷം കൊടുത്തതുപോലെ കൃപാലുവായ ദൈവം മനുഷ്യവർഗത്തിന് മനം തിരിയുവാൻ ഒരു നീണ്ട കാലം നൽകിയിരിക്കുന്നു. എങ്കിലും അപ്പോസ്തലപ്രവൃത്തികൾ 17-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ ദൈവം ഒരു ദിവസത്തെ നിശ്ചയിച്ചിരിക്കുന്നു. ജലപ്രളയത്തിൻ്റെ സമയം നിശ്ചയിച്ചിരുന്നത് പോലെ ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തിൽ ഒരു വലിയ ന്യായവിധി ഉണ്ടാകും എന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു. ജലപ്രളയത്തിന് ശേഷമുള്ള പുതിയ ഭൂമിയിൽ പാർക്കുന്ന സകലർക്കും ദൈവം നോഹയോട് വാഗ്ദാനം ചെയ്യുന്ന അനുഗ്രഹങ്ങൾ അന്ത്യന്യായവിധി വരെ നൽകിയിരിക്കുന്നു, അനുഭവിക്കാവുന്നതാണ്. അവ മനുഷ്യ കുടുംബത്തെയും ആഹാരക്രമത്തെയും മനുഷ്യൻ്റെ ആരോഗ്യ പരിപാലനത്തെയും നിയമപാലനത്തെയും സംബന്ധിച്ചുള്ളതാണ്. ആ അനുഗ്രഹങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം.
5 അനുഗ്രഹങ്ങളാണ് ഇവിടെ നാം കാണുന്നത്. ഒന്നാമത്തേത് സന്താനോത്പാദനം. ദൈവം നോഹയെയും അവൻ്റെ പുത്രന്മാരെയും അനുഗ്രഹിച്ച് അവരോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറവി. ആദാമിനെയും ഹവ്വായെയും സൃഷ്ടിച്ചപ്പോഴും ദൈവം ഇതേ അനുഗ്രഹം അവർക്ക് നൽകിയതായി നാം കാണും. ഈ അനുഗ്രഹം അനേകം പ്രാവശ്യം ഉൽപ്പത്തി പുസ്തകത്തിൽ ആവർത്തിച്ചിട്ടുണ്ട്. മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് മറ്റെല്ലാറ്റിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. മനുഷ്യൻ ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ, മനുഷ്യൻ മൃഗങ്ങളിൽ നിന്നും സസ്യങ്ങളിൽ നിന്നും വ്യത്യസ്തനായി സൃഷ്ടിക്കപ്പെട്ടു എന്നാണ് അർത്ഥം. മനുഷ്യനിൽ അദൃശ്യമായ ഒരു ആത്മീയ ജീവനുണ്ട്. മൃഗങ്ങളിലില്ലാത്ത വ്യക്തിത്വത്തിൻ്റെ പ്രകൃതം മനുഷ്യനിലുണ്ട്. സ്വയബോധം, യുക്തി, സൗന്ദര്യാസ്വാദനത്തിനുള്ള കഴിവ്, വികാരം, മറ്റുള്ളവരുമായി ബന്ധപ്പെടുവാനുള്ള കഴിവ്, സൃഷ്ടാവായ ദൈവത്തെ അറിയുവാനും ആരാധിക്കുവാനും സ്നേഹിക്കുവാനുമുള്ള താല്പര്യം, ഇച്ഛാശക്തി, ഇതൊക്കെ ആ സ്വരൂപത്തിൽപ്പെടും. ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് അവനെപ്പോലെയുള്ള ജീവൻ പ്രജനനം ചെയ്യുവാനുള്ള കഴിവുണ്ട്. മൃഗങ്ങൾക്ക് ശാരീരിക ജീവൻ പ്രജനനം ചെയ്യാം, എന്നാൽ മനുഷ്യന് മാത്രമേ ആത്മീയ ജീവൻ പ്രത്യുൽപാദനം ചെയ്യുവാനുള്ള കഴിവുള്ളൂ. അതായത് മനുഷ്യന് ബന്ധം പുലർത്തുവാൻ കഴിയുന്ന അവനെപ്പോലുള്ള ഒരു ജീവൻ യഥാർത്ഥത്തിൽ ഈ ആയുസ്സിൽ ഏറ്റവും ആനന്ദകരവും ആസ്വാദ്യകരവും ആശ്ചര്യകരവുമായ ബന്ധപ്പെടലാകുന്നു ഒരു പുരുഷനും അവൻ്റെ ഭാര്യയും തമ്മിലും അവർ ജനിപ്പിച്ച അവരുടെ മക്കൾ തമ്മിലുമുള്ളത്. ഈ ബന്ധം ഏറ്റവും വലിയ അനുഗ്രഹമാകുന്നു. മനുഷ്യൻ ദൈവത്തോട് മറുതലിച്ചു പോയിട്ടും ദൈവം ആ അനുഗ്രഹം മനുഷ്യനിൽ നിന്നും എടുത്തു കളഞ്ഞില്ല. നിങ്ങളുടെ കുടുംബം നിങ്ങൾക്കൊരു അനുഗ്രഹമാണ്. രണ്ടാമത്തെ അനുഗ്രഹം മനുഷ്യനുള്ള പ്രാമുഖ്യമാണ്. 9-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ, നിങ്ങളെയുള്ള പേടിയും നടുക്കവും ഭൂമിയിലെ സകല മൃഗങ്ങൾക്കും ആകാശത്തിലെ എല്ലാ പറവകൾക്കും സകല ഭൂചരങ്ങൾക്കും സമുദ്രത്തിലെ സകല മത്സ്യങ്ങൾക്കും ഉണ്ടാകും. അവയെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഇവിടെ മനുഷ്യൻ്റെ മേൽക്കോയ്മ ആവർത്തിച്ചിരിക്കുന്നു. മനുഷ്യൻ പാപം ചെയ്യുന്നതിന് മുൻപും ദൈവം ഈ അനുഗ്രഹം മനുഷ്യന് നൽകിയിരുന്നു. ഇപ്പോൾ പുതിയ ഭൂമിയിലും അത് ആവർത്തിക്കുന്നു. മനുഷ്യൻ ഈ ഭൂമിയുടെ രാജാവാണ്. സകല മൃഗങ്ങൾക്കും മനുഷ്യനെ പേടിയാണ്. അങ്ങനെയാണ് സൃഷ്ടാവ് അത് ക്രമീകരിച്ചിരിക്കുന്നത്. അതൊരു അനുഗ്രഹമാണ്. 2-ാം വാക്യത്തിൻ്റെ ഒടുവിൽ അവയെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നതിലൂടെ സൃഷ്ടിയെ പരിപാലിക്കുന്നത് മനുഷ്യൻ്റെ ഉത്തരവാദിത്വമാണെന്ന് വ്യക്തമാക്കുന്നു. ഇനി 3-ാമത്തെ അനുഗ്രഹം ഭക്ഷണ സാധനങ്ങളാകുന്നു. 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ഭൂചര ജന്തുക്കളൊക്കെയും നിങ്ങൾക്ക് ആഹാരമായിരിക്കട്ടെ, പച്ച സസ്യം പോലെ ഞാൻ സകലവും നിങ്ങൾക്ക് തന്നിരിക്കുന്നു. എന്തൊക്കെ തിന്നണം എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ദൈവം മോശയിലൂടെ നൽകിയ ന്യായപ്രമാണത്തിലെ ആഹാരക്രമത്തിലെ നിയമങ്ങൾ ഇസ്രായേൽ ജനത്തിനുള്ളതായിരുന്നു. എന്നാൽ ആദ്യ മനുഷ്യൻ ഈ നിയമങ്ങൾ ബാധകമല്ലായിരുന്നു. തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ വിശുദ്ധ പൗലോസ് പറഞ്ഞു, എന്നാൽ ദൈവത്തിൻ്റെ സൃഷ്ടി എല്ലാം നല്ലത്, സ്തോത്രത്തോടെ അനുഭവിക്കുന്നുവെങ്കിൽ ഒന്നും വർജിക്കേണ്ടതല്ല. ഈ അനുഗ്രഹത്തിന് വിലക്ക് കൽപ്പിക്കുവാൻ ശ്രമിക്കുന്നവർ ഉണ്ട് എന്നെനിക്കറിയാം. നമ്മൾ ഭക്ഷിക്കാത്ത എന്തെങ്കിലും ഭക്ഷണ സാധനം മറ്റൊരു നാട്ടിൽ ഭക്ഷിക്കുന്നു എന്നതിനാൽ നാം അവരെ കുറ്റപ്പെടുത്തേണ്ട ഒരു കാര്യവുമില്ല. നമ്മുടെ ശരീരത്തിന് ദോഷമാകാത്തത് എന്തും ഭക്ഷിക്കുവാൻ ദൈവം നമ്മെ അനുവദിച്ചിരിക്കുന്നു. 4, അനുഗ്രഹമെന്ന് പറയുമ്പോൾ എല്ലാം അനുവദിക്കുന്നതല്ല, ചില വിലക്കുകളും അനുഗ്രഹം തന്നെയാണ്. പുതിയ ഭൂമിയിലെ മനുഷ്യന് നൽകിയ 4-ാമത്തെ അനുഗ്രഹം ഒരു വിലക്കാണ്. 4-ാം വാക്യത്തിൽ, പ്രാണനായിരിക്കുന്ന രക്തത്തോടുകൂടെ മാത്രം നിങ്ങൾ മാംസം തിന്നരുത്. ഇത് നമ്മെ സംരക്ഷിക്കുവാനാണ്. മാംസം നല്ലതുപോലെ വേവിച്ചു വേണം ഭക്ഷിക്കേണ്ടത്. മൃഗങ്ങളിൽ പലതരം പാരസൈറ്റുകളും രോഗാണുക്കളും ഉണ്ടാകും. രക്തത്തോടുകൂടി അതിൻ്റെ മാംസം ഭക്ഷിക്കുന്നത് അപകടകാരണമായേക്കാം. മാംസം പാകം ചെയ്യുന്നതിനും ഭക്ഷിക്കുന്നതിനും സഹായകമായ അനേകം നിർദ്ദേശങ്ങളും സംവിധാനങ്ങളും ഇന്ന് ലഭ്യമാണ്. അവ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. രക്തം കഴിക്കുന്നത് അപകടകരമായ അനന്തര ഫലങ്ങൾക്ക് കാരണമാകും എന്നതുകൊണ്ടാണ് ആ വിലക്ക്. അതൊരു ആചാരമാക്കേണ്ട കാര്യമില്ല. ഇനിയും 5-ാമത്തെ അനുഗ്രഹം മനുഷ്യജീവനെ സംരക്ഷിക്കുന്നതാണ്. 5-ാം വാക്യം, നിങ്ങളുടെ പ്രാണനായിരിക്കുന്ന നിങ്ങളുടെ രക്തത്തിന് ഞാൻ പകരം ചോദിക്കും, സകല മൃഗത്തോടും മനുഷ്യനോടും ചോദിക്കും.
അവനവൻ്റെ സഹോദരനോടും ഞാൻ മനുഷ്യൻ്റെ പ്രാണന് പകരം ചോദിക്കും. മനുഷ്യ ജീവന് പല ഭീഷണികളുണ്ട്. രോഗാണുക്കളും വൈറസുകളും മറ്റ് മൃഗങ്ങളും മറ്റ് മനുഷ്യരും ജീവന് ഭീഷണിയായിത്തീരാറുണ്ട്. ആയതിനാൽ മനുഷ്യജീവനെ എടുക്കുന്നതിനെ തടയുവാൻ ദൈവം പ്രത്യേകം നിയമം കൊണ്ടുവന്നു. കൊലപാതകം ലോകത്തിൽ ഇന്ന് വലിയ പ്രശ്നമാണ്. കയീൻ തൻ്റെ സ്വന്തം സഹോദരനായ ഹാബേലിനെ കൊല്ലുന്നതാണ് മനുഷ്യനോട് ചെയ്യുന്ന ആദ്യ പാപം. മനുഷ്യജീവനുള്ള ഭീഷണിക്ക് തടയിടുവാൻ ദൈവം ഫലകരമായൊരു സംരക്ഷണം ഒരുക്കിയിരിക്കുന്നു. ഒരു മനുഷ്യജീവനെ എടുക്കുന്നവൻ്റെ ജീവൻ എടുക്കേണ്ടതാണ് എന്നത്ര ദൈവം പറഞ്ഞിരിക്കുന്നത്. ഇത് ശരിയായ കാര്യമല്ല എന്ന് നിങ്ങൾ പറഞ്ഞേക്കാം. അതിന് നിങ്ങൾക്ക് നിങ്ങളുടേതായ കാരണവും ഉണ്ടാകാം. കൊല്ലപ്പെട്ടവൻ എങ്ങനെയാണ് കൊല ചെയ്തവനെ വധിക്കുന്നത് എന്നാകും നിങ്ങളുടെ മുടന്തൻ ന്യായം. എന്നാൽ ഇത് നീതിന്യായ വ്യവഹാരം നടത്തുന്നവർക്കുള്ള ഉത്തരവാദിത്തമായിട്ടാണ് ദൈവം നൽകിയിരിക്കുന്നത്. ഓർക്കുക, ജലപ്രളയത്തിന് മുൻപുണ്ടായിരുന്ന മനുഷ്യ സമൂഹത്തിന് ഈ കൽപ്പന നൽകിയിരുന്നുവെങ്കിൽ മനുഷ്യൻ ഇത്രയേറെ വഷളന്മാരാകുമായിരുന്നില്ല. ഇപ്പോൾ പെട്ടകത്തിൽ നിന്നും വെളിയിൽ വന്ന നോഹയ്ക്കും കുടുംബത്തിനും അവരുടെ പുതിയ ലോകത്തിൽ ദൈവം മനുഷ്യരാശിക്ക് അനുഗ്രഹമായി ഈ കൽപ്പന നൽകുന്നു. 6 മുതലുള്ള വാക്യങ്ങളിൽ അതിൻ്റെ വിശദാംശങ്ങൾ നാം കാണുന്നതാണ്. 6-ാം വാക്യത്തിൽ നാം വായിക്കുന്ന 9-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ, ആരെങ്കിലും മനുഷ്യൻ്റെ രക്തം ചൊരിയിച്ചാൽ അവൻ്റെ രക്തം മനുഷ്യൻ ചൊരിയിക്കും. ദൈവത്തിൻ്റെ സ്വരൂപത്തിലല്ലോ മനുഷ്യനെ ഉണ്ടാക്കിയത്. വധശിക്ഷ നൽകുവാനുള്ള അധികാരം ദൈവം ഭരണാധികാരികൾക്ക് നൽകുന്നു. ഭരണകൂടം വധശിക്ഷ നൽകുന്നതിൻ്റെ അടിസ്ഥാനവും ഇതുതന്നെയാണ്. വധശിക്ഷ വേണോ വേണ്ടായോ എന്നതിന് വളരെയേറെ വാദപ്രതിവാദം നടക്കുന്ന ഒരു കാലയളവിലാണല്ലോ നാം ഇന്ന് ജീവിക്കുന്നത്. ഈ വിഷയത്തിൽ വളരെ അയഞ്ഞ ഒരു സമീപനമാണ് പലയിടത്തും നാം കാണുന്നത്. എന്നാൽ തന്മൂലം കുറ്റകൃത്യങ്ങൾ ദിനംപ്രതി വർദ്ധിച്ചു വരുന്നു. എത്ര ഹീനമായ കുറ്റകൃത്യങ്ങളിലും ഏർപ്പെടുവാൻ മനുഷ്യന് യാതൊരു മടിയുമില്ല. വധശിക്ഷ വചനാടിസ്ഥാനത്തിലുള്ള ശിക്ഷാരീതിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ദൈവത്തിൻ്റെ ക്രമമാണ്. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ ജീവൻ എടുത്താൽ ആ കൊലപാതകൻ്റെ ജീവൻ ഒടുക്കിക്കളയുവാൻ ഭരണകർത്താക്കൾക്ക് അധികാരമുണ്ടെന്നത്രേ ഞാൻ വിശ്വസിക്കുന്നത്. കാരണം മനുഷ്യജീവനെ സംരക്ഷിക്കുവാൻ ദൈവം ഏർപ്പെടുത്തിയ ഒരു മാർഗമാണത്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ അയഞ്ഞ സമീപനം പാടില്ല. തങ്ങളെ ബാധിക്കുന്ന കാര്യം വരുമ്പോഴാണ് പലരും ഇത് കൂടുതൽ ഗൗരവമായി കാണുന്നത്. 9-10 വാക്യങ്ങൾ, 9-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങൾ. ദൈവം പിന്നെയും നോഹയോടും അവൻ്റെ പുത്രന്മാരോടും അരുളി ചെയ്തത്, ഞാൻ ഇതാ നിങ്ങളോടും നിങ്ങളുടെ സന്തതിയോടും ഭൂമിയിൽ നിങ്ങളോട് കൂടെ ഉള്ള പക്ഷികളും കന്നുകാലികളും കാട്ടുമൃഗങ്ങളുമായ സകല ജീവജന്തുക്കളോടും പെട്ടകത്തിൽ നിന്ന് പുറപ്പെട്ട സകലവുമായി ഭൂമിയിലെ സകല മൃഗങ്ങളോടും ഒരു നിയമം ചെയ്യുന്നു. നിങ്ങളുടെ സന്തതിയോടും എന്ന് പറഞ്ഞിരിക്കുന്നത് സകല മനുഷ്യവർഗത്തിൻ്റെയും കാര്യം ഉദ്ദേശിച്ചാണ്. ദൈവത്തിൻ്റെ സകല സൃഷ്ടിയും ഈ ഉടമ്പടിയിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ഒരു ദിവസം സിംഹവും കുഞ്ഞാടും ഒരുമിച്ച് കിടക്കുമെന്നും അവ അന്യോന്യം ഉപദ്രവിക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യില്ലെന്നും യെശയ്യാ പ്രവചിച്ചിട്ടുണ്ട്. ഈ കാലത്തിനു വേണ്ടി സകല സൃഷ്ടിയും ഈറ്റുനോവോടെ കാത്തിരിക്കുന്നുവെന്ന് വിശുദ്ധ പൗലോസ് തൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്. നോഹയോടും തൻ്റെ സകല സൃഷ്ടിയോടും ദൈവം ഈ ഉടമ്പടി ചെയ്തിരിക്കുന്നു. ദൈവരാജ്യം ഭൂമിയിൽ വരുന്നത് വരെയും അത് പ്രാബല്യത്തിൽ ആയിരിക്കുകയും ചെയ്യും. 11-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഇനി സകല ജഡവും ജലപ്രളയത്താൽ നശിക്കയില്ല, ഭൂമിയെ നശിപ്പിപ്പാൻ ഇനി ജലപ്രളയം ഉണ്ടാകുകയുമില്ല എന്ന് ഞാൻ നിങ്ങളോടൊരു നിയമം ചെയ്യുന്നു. ഇത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. വീണ്ടും ഒരു ജലപ്രളയം അയച്ച് താൻ ഭൂമിയെ നശിപ്പിക്കുകയില്ലെന്നാണ് ദൈവത്തിൻ്റെ വാഗ്ദാനം. ഇനി അവൻ ഭൂമിയെ ന്യായം വിധിക്കാൻ പോകുന്നത് അഗ്നി കൊണ്ടാണെന്ന് പത്രോസ് തൻ്റെ 2-ാം ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. അടുത്ത ചില വാക്യങ്ങളിൽ നാം കാണുന്നത് ഒരു ഉടമ്പടിയുടെ ചിത്രമാണ്, ഉടമ്പടിയുടെ അടയാളം. എൻ്റെ അഭിപ്രായത്തിൽ ഉടമ്പടിയുടെ ഒരു ആത്മീയ അർത്ഥമാണിത്. ഇത് ഒരുതരം വിശുദ്ധ കർമ്മമാണെന്ന് നമുക്ക് പറയാവുന്നതാണ്. അതായത് ഹോളി സാക്രമെൻ്റ് എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെ ആകുന്നതിന് കാരണമുണ്ട്. 12-ഉം 13-ഉം വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, പിന്നെയും ദൈവം അരുളി ചെയ്തത്, ഞാനും നിങ്ങളും നിങ്ങളോടുകൂടെയുള്ള സകല ജീവജന്തുക്കളും തമ്മിൽ
തലമുറ തലമുറയോളം സദാകാലത്തേക്കും ചെയ്യുന്ന നിയമത്തിൻ്റെ അടയാളമാവിത്. ഞാൻ എൻ്റെ വില്ല് മേഘത്തിൽ വയ്ക്കുന്നു, അത് ഞാനും ഭൂമിയും തമ്മിലുള്ള നിയമത്തിന് അടയാളമായിരിക്കും. ദൈവം മനുഷ്യനോട് ചെയ്യുന്ന ഉടമ്പടിയുടെ അടയാളമായതുകൊണ്ടാണ് ഈ മഴവില്ല് ഏറെക്കുറെ ഒരു വിശുദ്ധ കർമ്മമാണ് എന്ന് ഞാൻ പറഞ്ഞത്. 14 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, ഞാൻ ഭൂമിയുടെ മീതെ മേഘം വരുത്തുമ്പോൾ മേഘത്തിൽ വില്ല് കാണും. അപ്പോൾ ഞാനും നിങ്ങളും സർവ്വജഡവുമായ സകല ജീവജന്തുക്കളും തമ്മിലുള്ള എൻ്റെ നിയമം ഞാൻ ഓർക്കും. ഇനി സകല ജഡത്തെയും നശിപ്പിപ്പാൻ വെള്ളം ഒരു പ്രളയമായി തീരുകയില്ല. വില്ല് മേഘത്തിലുണ്ടാകും. ദൈവവും ഭൂമിയിലെ സർവ്വജഡവുമായ സകല ജീവികളും തമ്മിൽ എന്നേക്കുമുള്ള നിയമം ഓർക്കേണ്ടതിന് ഞാൻ അതിനെ നോക്കും. ദൈവം പറയുന്നത് ശ്രദ്ധിക്കുക, ഞാൻ ഓർക്കും, ഞാൻ അതിനെ നോക്കും. അല്ലാതെ നിങ്ങൾ നോക്കുമെന്നല്ല ദൈവം പറഞ്ഞത്. താനും ഭൂമിയിലെ സർവ്വജഡവുമായ സകല ജീവികളും തമ്മിൽ എന്നേക്കുമുള്ള നിയമം ഓർക്കേണ്ടതിന് ഞാൻ അതിനെ നോക്കും എന്നാണ് ദൈവം പറഞ്ഞത്. നിങ്ങൾ എപ്പോൾ ഒരു മഴവില്ല് കണ്ടാലും നിങ്ങൾക്കുണ്ടായിരിക്കേണ്ട പ്രോത്സാഹജനകമായ ഒരു ഓർമ്മ അതായിരിക്കണം, ദൈവം നോഹയുമായി മനുഷ്യരാശിയോട് ചെയ്ത ഉടമ്പടി ഓർക്കുന്നവനാണ് ദൈവം. 17-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഞാൻ ഭൂമിയിലുള്ള സർവ്വജഡത്തോടും ചെയ്തിരിക്കുന്ന നിയമത്തിന് ഇത് അടയാളമെന്നും ദൈവം നോഹയോട് അരുളി ചെയ്തു. ഇത് നോഹയുടെ മാത്രമല്ല, ഭൂമിയുടെ മുഖത്തുള്ള സകല ജഡത്തോടുമുള്ള ദൈവത്തിൻ്റെ ഉടമ്പടിയാണ്. അതുകൊണ്ട് മഴവില്ലിനെ ഒരു വിശുദ്ധ കർമ്മമായി നമുക്ക് പരിഗണിക്കാവുന്നതാണ്. ഏതെങ്കിലും വാഗ്ദത്തത്തെ ഒരാളോട് ബന്ധപ്പെടുത്തിയിട്ടുള്ള പ്രത്യക്ഷമായൊരു അടയാളത്തെയാണ് ഒരു വിശുദ്ധ കർമ്മം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. പഴയ നിയമത്തിലെ പെസഹ പെരുന്നാൾ, പഴയ നിയമത്തിൽ പിച്ചള സർപ്പം, പുതിയ നിയമത്തിലെ സ്നാനം, തിരുവത്താഴം, ഇവയെല്ലാം അപ്രകാരത്തിലുള്ള അടയാളങ്ങളത്രേ. നമ്മുടെ ഉള്ളിലുള്ള വിശ്വാസത്തിൻ്റെ പ്രകടനമായിട്ടാണ് ഇവ നമ്മൾ ആചരിക്കുന്നത്. ഒരു ദൈവദാസൻ പറഞ്ഞത്, ദൈവത്തിൻ്റെ കൃപയുടെ കണ്ണും നമ്മുടെ വിശ്വാസത്തിൻ്റെ കണ്ണും കൂട്ടിമുട്ടുന്ന സ്ഥലമാകുന്നു വിശുദ്ധ കർമ്മം എന്നത്രേ. നല്ല നിർവചനം അല്ലേ? മനുഷ്യരിന്ന് മഴവില്ലിൽ നോക്കുമ്പോൾ സംഭവിക്കുന്നത് അതാണ്. അടയാളത്തോട് ബന്ധിച്ചിരിക്കുന്ന വാഗ്ദത്തത്തെ വിശ്വാസത്താൽ മുറുകെ പിടിക്കണം. അടയാളം എന്തിനെ കാണിക്കുന്നുവോ എന്നതിനാണ് പ്രാധാന്യം, അല്ലാതെ അടയാളത്തിനല്ല. വെറും വാഗ്ദത്തത്തിൽ വിശ്വാസമില്ല, വെറും അടയാളത്തിൽ യാതൊരു ഉറപ്പുമില്ല. വാക്കും അടയാളവും ഒരുമിച്ച് പോകുമ്പോഴാണ് അതിന് ശക്തി ലഭിക്കുന്നത്. ദൈവം ഒരു വാഗ്ദത്തം ചെയ്യുന്നു, എന്നിട്ട് ഒരു അടയാളം അതിനോട് ചേർക്കുന്നു. ഇവിടെ നോഹയുടെ യാഗപീഠത്തോട് ദൈവം നൽകിയ ഉത്തരമാണ് മഴവില്ല്. ഞാൻ ഓർക്കും, ഞാൻ നോക്കും എന്ന് ദൈവം പറയുന്നതിന് തുല്യമാണ് മഴവില്ല്. എന്നാൽ ഈ അധ്യായത്തിൻ്റെ ശേഷിക്കുന്ന ഭാഗത്ത് വളരെ നിരാശാജനകമായ കാര്യങ്ങൾ നാം കാണുന്നുണ്ട്. 9-ാം അധ്യായത്തിൻ്റെ ശേഷിക്കുന്ന ഭാഗത്ത് ഇതുമായി ബന്ധപ്പെട്ട് പലരും ഉന്നയിക്കുന്ന ഒരു സംശയമുണ്ട്. ജലപ്രളയത്തിന് ശേഷം നോഹയും കുടുംബവും പെട്ടകത്തിൽ നിന്നും വെളിയിൽ വന്നപ്പോൾ സകല പാപികളും നശിച്ചു പോയതായിട്ടാണല്ലോ കണ്ടത്. അങ്ങനെയെങ്കിൽ അതിനുശേഷം ഭൂമിയിൽ പാപം ഒട്ടും ഇല്ലായിരുന്നുവെന്ന അർത്ഥമുണ്ടോ? വളരെ നല്ല ചോദ്യം. നമുക്കത് ഒന്ന് പരിശോധിക്കാം. 18-ാം വാക്യം, പെട്ടകത്തിൽ നിന്ന് പുറപ്പെട്ടവരായ നോഹയുടെ പുത്രന്മാർ ശേമും ഹാമും യാഫത്തും ആയിരുന്നു. ഹാം എന്നവനോ കനാൻ്റെ പിതാവ്. എന്തുകൊണ്ടാണ് ഹാമിൻ്റെ മകൻ കനാനെ ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത്? 2 കാരണങ്ങളാണ് അതിനുള്ളത്. ഒന്നാമത്തെ കാരണം ഞാൻ ഉടനെ പറയാം, എന്നാൽ രണ്ടാമത്തെ കാരണം ആദ്യം പറയാം. മോശ ഈ സംഭവം രേഖപ്പെടുത്തുമ്പോൾ ഇസ്രായേൽ മക്കൾ കനാൻ നാട്ടിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു എന്നോർക്കണം. അവർക്ക് ഈ ഒരറിവ് ലഭിക്കുന്നത് തീർച്ചയായും പ്രോത്സാഹജനകമായിരുന്നു. കാരണം കനാന്യരുടെ മേൽ വരുന്നതായ ദൈവശിക്ഷയെക്കുറിച്ചുള്ള അറിവാണല്ലോ ഇവിടെ ആദ്യം തന്നെ മോശ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, ഇവർ മൂവരും നോഹയുടെ പുത്രന്മാർ, അവരെക്കൊണ്ട് ഭൂമിയൊക്കെയും നിറഞ്ഞു. നോഹ കൃഷി ചെയ്യുവാൻ തുടങ്ങി, ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി. അവൻ അതിലെ വീഞ്ഞു കുടിച്ച് ലഹരി പിടിച്ച് തൻ്റെ കൂടാരത്തിൽ വസ്ത്രം നീങ്ങി കിടന്നു. ഇവിടെ ഇതാ നോഹയുടെ പാപം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ സംഭവത്തിലെ പ്രധാനപ്പെട്ട കാര്യം നോഹ മദ്യപിച്ചു എന്നതാണ്. അത് പാപമാകുന്നുവല്ലോ. നോഹയുടെ ഈ പ്രവൃത്തിയെ ന്യായീകരിക്കുവാൻ പല വ്യാഖ്യാതാക്കളും ശ്രമിച്ചിട്ടുണ്ട്.
നോഹയുടെ സമയം വരെയും മനുഷ്യർ മദ്യപിച്ചിട്ടില്ലാത്തതിനാൽ മദ്യത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് നോഹയ്ക്ക് അറിയില്ല എന്നതാണ് ഒരു ന്യായീകരണം. ജലപ്രളയത്തിന് മുമ്പ് മദ്യപാനം ഒരു പാപമായി സൂചിപ്പിച്ചിട്ടില്ല എന്നത് നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. എന്തെല്ലാം ഉപാധി പറഞ്ഞാലും ഇതൊരു പുതിയ ലോകത്തിലെ പുത്തൻ ആരംഭമാണെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. മദ്യപിച്ച് ബോധം നഷ്ടപ്പെട്ടു എന്നത് പാപം തന്നെയാണ്. ഇത് നൽകിയിരിക്കുന്നത് ഒരു വലിയ ചോദ്യത്തിന് ഉത്തരം നൽകുവാനാണ്. അത് നാം താമസിയാതെ മനസ്സിലാക്കുന്നതാണ്. 22 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, കനാൻ്റെ പിതാവായ ഹാം പിതാവിൻ്റെ നഗ്നത കണ്ട് വെളിയിൽ ചെന്ന് തൻ്റെ 2 സഹോദരന്മാരെയും അറിയിച്ചു. ശേമും യാഫത്തും ഒരു വസ്ത്രം എടുത്ത് ഇരുവരുടെയും തോളിലിട്ട് വിമുഖരായി ചെന്ന് പിതാവിൻ്റെ നഗ്നത മറച്ചു. അവരുടെ മുഖം തിരിഞ്ഞിരുന്നതുകൊണ്ട് അവർ പിതാവിൻ്റെ നഗ്നത കണ്ടില്ല. നോഹ ലഹരി വിട്ടുണർന്നപ്പോൾ തൻ്റെ ഇളയ മകൻ ചെയ്തത് അറിഞ്ഞു. നോഹയുമായുള്ള ഉടമ്പടിയുടെ ഒരു ഭാഗമായി തീർന്ന ഈ കാര്യം ഇതാ ദൈവം നോഹയിലൂടെ അറിയിക്കുന്നു. 25-ാം വാക്യത്തിൽ, അപ്പോൾ അവൻ കനാൻ ശപിക്കപ്പെട്ടവൻ, അവൻ തൻ്റെ സഹോദരന്മാർക്ക് അധമദാസനായി തീരും എന്ന് പറഞ്ഞു. കനാൻ ശപിക്കപ്പെട്ടവൻ എന്ന് ദൈവം പറഞ്ഞത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഹാമിൻ്റെ മേൽ അവൻ ശാപം അയക്കുന്നില്ല. ശാപം ഹാമിൻ്റെ മകനായ കനാൻ്റെ മേലാകുന്നു വരുന്നത്. ഈ സംഭവത്തിൽ കനാൻ എപ്രകാരമാണ് ബന്ധപ്പെട്ടതെന്ന് നമുക്കറിയില്ല. ഇവിടെ ചെറിയ ഒരു വിവരണം മാത്രമേ നമുക്ക് ലഭിച്ചിട്ടുള്ളൂ. എന്നാൽ വളരെ വ്യക്തമായ ഒരു ഉദ്ദേശത്തോടു കൂടെയാണ് കനാൻ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടിരിക്കുന്നതെന്ന് നമുക്ക് ഗ്രഹിക്കുവാൻ സാധിക്കും. വേറൊരു ചോദ്യം ഇവിടെ പ്രസക്തമാണ്. എന്തുകൊണ്ടാണ് ദൈവം നോഹയുടെ ഒരു പാപം രേഖപ്പെടുത്തുവാൻ അനുവദിച്ചത്? ഇത്രയെല്ലാം നല്ല കാര്യം പറഞ്ഞിട്ടും ഈ ഒരു കാര്യം എന്തുകൊണ്ടാണ് ഇവിടെ കൊണ്ടുവരുന്നത്? മനുഷ്യരായിരുന്നു ഉൽപ്പത്തി പുസ്തകം എഴുതിയിരുന്നതെങ്കിൽ അവർ ഇതൊരിക്കലും ചെയ്യില്ലായിരുന്നു. ഒന്നുകിൽ നോഹയെ ഒരു വീരനായകനായി ചിത്രീകരിക്കുന്നതിനായി അവർ നോഹയുടെ പാപം മറച്ചു വെച്ചേനെ, അല്ലെങ്കിൽ ഉള്ളതിനേക്കാൾ വളരെയേറെ പെരുപ്പിച്ച് നോഹയുടെ പാപം കാണിച്ചേനെ. എന്നാൽ തൻ്റേതായ ഉദ്ദേശത്തിനായി ദൈവം അത് രേഖപ്പെടുത്തിയെന്ന് നാം കാണുന്നു. ഇനി ഞാൻ ഒന്നാമത്തെ കാരണം പറയാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇസ്രായേൽ ജനത്തെ കനാൻ നാട്ടിൽ പ്രവേശിക്കുന്നതിനായി പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് ഇത് രേഖപ്പെടുത്തിയത്. കനാൻ്റെ മേൽ ദൈവം ഒരു ശാപം അയച്ചിട്ടുണ്ടെന്ന് അവർ അറിയുന്നതിനാണ് ഇത് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പഴയ നിയമത്തിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളും ചരിത്രവും ഒന്ന് പരിശോധിച്ചാൽ ഈ ന്യായവിധിയുടെ പൂർത്തീകരണം നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുമെന്ന് നമുക്ക് അറിയാം. കനാന്യർ ഒട്ടുമുക്കാലും അപ്രത്യക്ഷമായിരിക്കുകയാണെന്നറിയാമല്ലോ. നോഹയുടെ പാപം രേഖപ്പെടുത്തിയതിൽ ദൈവത്തിന് വേറെയും ഉദ്ദേശമുണ്ട്. റോമാലേഖനം 15-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ നാം കാണുന്നു, എന്നാൽ മുന്നെഴുതിയിരിക്കുന്നത് ഒക്കെയും നമ്മുടെ ഉപദേശത്തിനായിട്ട് നമുക്ക് തിരുവെഴുത്തുകളാൽ ഉളവാകുന്ന സ്ഥിരതയാലും ആശ്വാസത്താലും പ്രത്യാശയുണ്ടാകേണ്ടതിന് തന്നെ എഴുതിയിരിക്കുന്നു. ജഡത്തിൻ്റെ ബലഹീനതയെക്കുറിച്ച് നിങ്ങളും ഞാനും അറിയേണ്ടതിനാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കർത്താവായ യേശു പറഞ്ഞ ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമത്രേ. നോഹയുടെ പാപത്തെ നീതീകരിക്കുവാൻ ഉപാധികൾ കണ്ടുപിടിക്കുവാൻ ശ്രമിക്കുന്നത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഒരുപക്ഷെ എന്നെ ശ്രദ്ധിക്കുന്ന നിങ്ങൾ ഒരു ക്രിസ്തു വിശ്വാസി ആയതിനാൽ മദ്യപിച്ചെന്ന് വരില്ല. എന്നാൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, നോഹയെപ്പോലെ ദൈവത്തെ ദുഃഖിപ്പിക്കുന്ന പല സ്വഭാവങ്ങളും നമ്മിലുണ്ട്, ഇല്ലേ? ജഡത്തിന് അധീനരായി ജീവിക്കുവാനല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. വിട്ടുകളയുവാൻ കഴിയാത്തവ ജീവിതത്തിലുണ്ട് എന്ന് ചിന്തിക്കരുത്. ദൈവത്തിൽ സമർപ്പിച്ചാൽ ജഡത്തിൻ്റെ പ്രവൃത്തികളിൽ നിന്ന് രക്ഷപ്പെടുവാൻ സാധിക്കും. വളരെ ശ്രദ്ധയോട് വേണം നാം നമ്മുടെ ജീവിതം നയിക്കേണ്ടത്. നോഹയുടെ ജീവിതം നമ്മെ ഓർപ്പിക്കുന്നത് അതാണ്. ജഡം ബലഹീനമാണ്. വീഴ്ച എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. ദൈവത്തിലുള്ള ആശ്രയം ഒരിക്കലും കുറഞ്ഞു പോകരുതെന്നാണ് നോഹയുടെ ജീവിതത്തിൽ നിന്നും നമ്മെ പഠിപ്പിക്കുന്നത്. അതൊരു വലിയ പാഠമായിട്ട് നമുക്കെടുക്കാം. ദൈവം അനുഗ്രഹിച്ച് നിങ്ങളെ വഴി നടത്തട്ടെ. കൃപയാൽ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടവർ സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നുവെന്ന് തിരുവചനം വ്യക്തമാക്കുന്നു. രക്ഷിക്കപ്പെട്ട ജനം ദൈവം മുന്നൊരുക്കിയിരിക്കുന്ന ആ പദ്ധതികളെക്കുറിച്ച് ബോധവാന്മാരായിരിക്കുകയും തങ്ങളുടെ ജീവിത നിലവാരം അതിനനുസരിച്ച് കാത്തുസൂക്ഷിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ഉപ്പ് കാരമില്ലാതെ പോയാൽ മറ്റൊന്നുകൊണ്ടും അതിനെ രസം വരുത്തുവാൻ കഴിയുകയില്ല എന്ന് നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നു.